ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫറ്റ് ടാരോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു? അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും നന്ദി പറയുന്നു. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത എല്ലാവർക്കും, വ്യൂവേഴ്സിനും, അതുപോലെ കമൻറ്റുകൾ, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾക്കും നന്ദി പറയുന്നു. ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. എനർജി റീഡിംഗ് ആണ്. അപ്പോഴാണ് നിങ്ങളുടെ എനർജി കൂടുതലായിട്ടും ഇതിലേക്ക് മാച്ച് ആവുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പറയാം, ജനറൽ ആയിട്ടുള്ള ഗൈഡൻസ് ആണ്. എന്താണ് ടാരോ ഇപ്പോൾ പറയുന്നത് നമുക്ക് നോക്കാം. എന്താണ് ടാരോ എന്ന് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ഗൈഡൻസ്? എന്ത് ഗൈഡൻസാണ് ടാരോ തരുന്നത് നോക്കാം. എന്ത് ഗൈഡൻസാണ് ടാരോ തരുന്നത്? കാർഡുകൾ ഷഫിൾ ചെയ്യാം. ബി പോസിറ്റീവ്. എന്ത് ഗൈഡൻസാണ് ടാരോ തരുന്നത്? ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുപോലെ തന്നെ കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണ് കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ആവുന്നതായിരിക്കും. റെസനേറ്റ് ചെയ്യുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. കാർഡുകൾ എന്താണെന്ന് നോക്കാം. കാർഡുകൾ നോക്കാം. സ്ട്രെങ്ത്, നൈറ്റ് ഓഫ് സോർട്സ്, Four of Wands, Queen of Cups, Nine of Swords, Five of Wands, Page of Wands, Ten of Pentacles. ബോട്ടം ഡെക്ക് വന്നിരിക്കുന്നത് ടു ഓഫ് സോർട്സ് ആണ്. കാർഡുകൾ അറേഞ്ച് ചെയ്തിട്ട് വരാം. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ സ്ട്രെങ്ത്, നൈറ്റ് ഓഫ് സോർട്സ്, ഫോർ ഓഫ് വാൺസ്, ക്യൂൻ ഓഫ് കപ്സ്, നയൻ ഓഫ് സോർട്സ്, ഫൈവ് ഓഫ് വാൺസ്, പേജ് ഓഫ് വാൺസ്, ടെൻ ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത് ടു ഓഫ് സോർട്സ് ആണ്. ഓക്കെ, ഇവിടെ സ്ട്രെങ്ത് കാർഡ് എന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സോഫ്റ്റ് പവർ ഉപയോഗിച്ച്, അതായത് നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള ആ ഒരു ശക്തി കൊണ്ട് നിങ്ങൾ ഇന്ന് വളരെയധികം മറ്റുള്ളവരോട് വളരെ സ്നേഹത്തോടു കൂടിയും വളരെയധികം സോഫ്റ്റായിട്ടും എല്ലാവരോടും പെരുമാറുന്നു. നിങ്ങൾ ആ ഒരു സ്നേഹം കൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും ഇന്ന് നേടുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വളരെയധികം, അതായത് സ്നേഹിച്ചുകൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ട്, സ്നേഹം കൊണ്ട് നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിക്കൊണ്ട് മറ്റുള്ളവരോട് പല കാര്യങ്ങളും സംസാരിക്കുന്നതായിട്ടും, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഇന്നർ ആയിട്ടുള്ള ആ ഒരു സ്ട്രെങ്ത് വെച്ചിട്ട് നിങ്ങൾ പല കാര്യങ്ങളും നേടുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, സ്ട്രെങ്ത് കാർഡ് പറയുന്നത് അതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആന്തരികമായിട്ടുള്ള ആ ഒരു സ്നേഹം വെച്ചിട്ട് ഒരു സിംഹത്തെ പോലും മെരുക്കിയെടുക്കുന്ന ഒരു വനിതയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇന്നർ പവർ വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് കാര്യവും നേടാമെന്നാണ് ഇവിടെ സ്ട്രെങ്ത് കാർഡ് പറയുന്നത്. അങ്ങനെ ഒരു എനർജിയാണ് ഇന്ന് കാണുന്നത്. വളരെയധികം ഗ്രൗണ്ടഡ് ആയിട്ട്, വളരെയധികം മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് ഈ ഒരു സ്ട്രെങ്ത് കാർഡ് പറയുന്നത്. ഇങ്ങനെ നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആണെങ്കിലും ചിലപ്പോൾ പെട്ടെന്നൊരു മൂഡ് ഓഫ് ഉണ്ടാവാനും സാധ്യതയുണ്ട് കേട്ടോ. പെട്ടെന്ന് നിങ്ങൾ പല കാര്യങ്ങളും ആലോചിക്കുന്നതായിട്ടും, അതായത് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുകയും പെട്ടെന്നൊരു മൂഡ് സ്വിങ്സ് ഉണ്ടാവാനും സാധ്യതയും ഉണ്ട്. അതൊന്ന് ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇൻഫിനിറ്റ് ആയിട്ട് പല കാര്യങ്ങളും നേടാൻ പറ്റുന്ന വ്യക്തികളാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സോഫ്റ്റ് പവർ ഉപയോഗിച്ചിട്ട് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ സ്ട്രെങ്ത് കാർഡ് പറയുന്നത്. അടുത്തത് നൈറ്റ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. കഴിഞ്ഞൊരു റീഡിങ്ങിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക്
പാസ്റ്റിൽ നിന്നും ഒരു വ്യക്തി വരുന്നു എന്നുള്ളതാണ്. അതായത് വളരെ സ്പീഡി ആയിട്ട് ഉള്ള ഒരു ആക്ഷനാണ്, സ്പീഡി ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തി വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെന്റൽ ക്ലാരിറ്റി വരുന്നതായിട്ടും കാണുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങളിലേക്കൊരു ഒരു ആക്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നൈറ്റ് ഓഫ് സോർട്സിന്റെ എനർജി ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് നൈറ്റ് ഓഫ് സോർട്സ് പറയുന്നത്. പിന്നെ ഇവിടെ അതായത് ഒരു എന്താണ്, ദീർഘവീക്ഷണമില്ലാതെ പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ഇത്, അതുപോലെ തന്നെ ഒരു ആർഗ്യുമെന്റ്, ഒരു കോമ്പറ്റീഷൻ മൈൻഡൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ചിലപ്പോൾ ജോലിസ്ഥലങ്ങൾക്ക് ഒരു കോമ്പറ്റീഷൻ മൈൻഡ് നിങ്ങൾക്ക് വരാനോ അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റിൽ പെടാനോ, ദീർഘവീക്ഷണമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനും, പെട്ടെന്ന് എടുപിടി എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യാനും, അതുപോലെ തന്നെ സംസാരത്തിലായാലും വളരെ എന്താണ്, നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർ വേദനിക്കാനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് കാണുന്നു. അതുകൊണ്ട് വളരെയധികം കെയർഫുൾ ആയിരിക്കുക മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴായാലും. പിന്നെ ചിലർക്കൊക്കെ ഇവിടെ ഒരു ബ്രീത്തിങ് പ്രോബ്ലം വരാനുള്ള ഒരു ചാൻസും ഇവിടെ കാണുന്നു കേട്ടോ. അങ്ങനെ ഒരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട്, ബ്രീത്തിങ് പ്രോബ്ലം. പിന്നെ അതുപോലെ തന്നെ എന്താണ്, കാലാവസ്ഥയിലുള്ള ഒരു പെട്ടെന്നുള്ള ഒരു ചേഞ്ചും ഇവിടെ കാണുന്നുണ്ട്. കാലാവസ്ഥയിലുള്ള പെട്ടെന്നൊരു ചേഞ്ച്, അതുപോലെ തന്നെ പെട്ടെന്നുള്ള ഒരു മാറ്റമാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. വളരെയധികം കാറ്റും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും ഇവിടെ നൈറ്റ് ഓഫ് സോർട്സിന്റെ എനർജി ഇവിടെ പറയാൻ എനിക്ക് തോന്നുന്നു. എന്താണെന്ന് അറിയില്ല, അങ്ങനെ പറയാനായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അതാണ്. അപ്പോൾ എന്താണ് നൈറ്റ് ഓഫ് സോർട്സ് പറയുന്നത്? നിങ്ങളിലേക്കൊരു വ്യക്തി, നിങ്ങളുടെ അതായത് ഒരു കാർമിക് റിലേഷനിലുള്ള വ്യക്തി ആയിരിക്കും, പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിന്, ഫിസിക്കൽ റിലേഷൻഷിപ്പിന് ഉള്ള ആ ഒരു ആഗ്രഹം കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായിരിക്കാനാണ് സാധ്യത. ഒരു കമ്മ്യൂണിക്കേഷൻ വരാൻ സാധ്യത. അതുപോലെ തന്നെ ആർഗ്യുമെന്റ്സ്, കോമ്പറ്റീഷൻ, ഇതൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഓക്കെ, നൈറ്റ് ഓഫ് സോർട്സ് അതാണ് പറയുന്നത്. അടുത്തത് 4 ഓഫ് വാൺസ് ആണ്. അപ്പോൾ ഇവിടെ 4 ഓഫ് വാൺസ് പറയുന്നത്, അതായത് ഇതൊരു മാനിഫെസ്റ്റേഷന്റെ കാർഡാണ്. നിങ്ങളുടെ ഒരു ഫസ്റ്റ് ലെവൽ അച്ചീവ്മെന്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളൊരു പാഷൻ തിരഞ്ഞെടുത്തു, അതിലേക്ക് പോയി, അതിന്റെ ഒരു ഫസ്റ്റ് ലെവൽ അച്ചീവ്മെന്റ്. അതുപോലെ തന്നെ മാരേജ് ഒക്കെ നോക്കുന്നവർക്ക് കല്യാണം, അതുപോലെ തന്നെ ഒത്തുചേരൽ, എൻഗേജ്മെന്റ്, അല്ലെങ്കിൽ നിങ്ങളൊരു പാർട്ട്ണറെ കണ്ട് ആ ഒരു വ്യക്തിയെ റിലേഷൻഷിപ്പിൽ ആവാൻ ആഗ്രഹിച്ചു, ആ ഒരു വ്യക്തിയെ കണ്ട് ഇഷ്ടമാണ് എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് ലെവലില്ലേ, അതുമാവാൻ സാധ്യതയുണ്ട്. നിങ്ങളൊരു ആളെ കണ്ടു, നിങ്ങൾ പരസ്പരം സ്നേഹം അറിയിക്കുന്ന ആ ഒരു സമയം, അതിനെയും പറയാം. അല്ലെങ്കിൽ വിവാഹ നിശ്ചയം, അതാണ് കല്യാണ പ്രപ്പോസൽ പോയിട്ട് ആദ്യം കണ്ട് സംസാരിക്കുന്നതായിട്ടും ആവാം. അങ്ങനെ ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ കല്യാണം ഇതായിരിക്കാം. പിന്നെ മാനിഫെസ്റ്റേഷന്റെ കാർഡായതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കൂടെ പ്രവർത്തിക്കാൻ, അതായത് നിങ്ങളുടെ അതേ മൈൻഡ് സെറ്റിലാണ് കിട്ടുന്നു എന്നുള്ളതും ആണ്. ഓക്കെ, ഒരു എന്താണ്, ഒരു നല്ലൊരു ഫ്രണ്ടിനെ കിട്ടുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ അതേ മൈൻഡ് സെറ്റുള്ള ഒരു കോ വർക്കറെ കിട്ടുന്നതുമാകാം, ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന വ്യക്തിയെ കിട്ടുന്നതും ആയിരിക്കാം. ഇതാണ് 4 ഓഫ് വാൺസ് ഇവിടെ പറയുന്നത്. അപ്പോൾ നാളെ ഇതിനൊക്കെയുള്ള ഇന്ന് ഇതിനൊക്കെയുള്ള ചാൻസ് ഉണ്ട്, ഇന്നാണ് ഇതൊക്കെയുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തത് ക്യൂൻ ഓഫ് കപ്സ് ആണ്. അപ്പോൾ ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുന്നത്, നിങ്ങൾ ഇമോഷണലി വളരെയധികം സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതുപോലെ തന്നെ വളരെയധികം സ്റ്റേബിളായിട്ട് തോന്നുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് മറ്റുള്ളവർക്ക് തോന്നുക. പക്ഷേ നിങ്ങൾ ഉള്ളിൽ വളരെയധികം വിഷമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഉള്ളിലെ ഒരുപാട് വിഷമം അടക്കി നിർത്തിക്കൊണ്ട് മറ്റുള്ളവരോട് വളരെയധികം സ്നേഹത്തോടെയും അവരുടെ കാര്യങ്ങൾ കേൾക്കുകയും അവരെ സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ഒരു അമ്മയുടെ സ്നേഹത്തോടു കൂടി നിങ്ങൾ ഇപ്പം മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, രണ്ടും ഇവിടെ ജെൻഡർലെസ് ആണ്. ഇവിടെ ഫീമെയിൽ ക്യൂൻ ആണെങ്കിലും അതായത് ആണുങ്ങൾക്കും ബാധകമാണ്. വളരെയധികം സ്നേഹത്തോടു കൂടി മറ്റുള്ളവരോട് പെരുമാറുന്നു എന്നുള്ളതാണ്. ഒരു മദർലി എഫെക്ഷൻ ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇമോഷണലി ഒരു സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ കെയറിങ്, ഇതൊക്കെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ ഇമോഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ്
കൊടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നതായും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അതായത് മറ്റുള്ളവർ ഇമോഷൻസ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് നിങ്ങൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം വിഷമത്തോടെ നിങ്ങൾ ഇരിക്കുന്നതായിട്ടും അതുപോലെ നിങ്ങൾക്ക് ഒരു ഹീലിംഗ് വേണ്ടതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഹീൽഡ് ആവേണ്ട ആവശ്യമുണ്ട്, നിങ്ങളുടെ ഉള്ളിലെ വിഷമങ്ങൾ ഹീലാക്കേണ്ട ആവശ്യമുണ്ട്. എങ്കിലും നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, അവരെ മുന്നോട്ടേക്ക് നയിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉള്ളിൽ ഹീലാവാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഒരു വിഷമം വന്നേക്കാം ഉള്ളിൽ. അവർക്കൊക്കെ ഉപദേശം കൊടുക്കുന്നുണ്ടെങ്കിലും അവരോടൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും അവരൊക്കെ പാമ്പർ ചെയ്യുന്ന അവരൊക്കെ നല്ല രീതിയിൽ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് സങ്കടവും മൂഡ് സ്വിങ്സും ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതാണ് ക്യൂൻ ഓഫ് കപ്സ്. എന്ത് ചെയ്യുക? ആദ്യം സ്വന്തം കാര്യങ്ങൾ മനസ്സിലാക്കുക, സ്വയം ഹീലാവാൻ വേണ്ടി ശ്രമിക്കുക കേട്ടാ. സ്വയം ഒരു ആശ്വാസം കണ്ടെത്തണം അല്ലേ? മറ്റുള്ളവരുടെ കാര്യം മാത്രം നോക്കി നടന്നിട്ട് കാര്യമില്ല. ആദ്യം അവനവൻ്റെ കാര്യങ്ങളും സെൽഫ് കെയറും സെൽഫ് ലവും ഒക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അത് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയും കാണുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും പറയണം. അതുപോലെ അവനവൻ്റെ ഉള്ളിലുള്ള വികാരങ്ങളെ മനസ്സിലാക്കാനും ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് പറയുന്നുണ്ട്. അടുത്തത് 9 ഓഫ് സോർഡ്സ് ആണ്. ഓക്കെ, എന്താണ് 9 ഓഫ് സോർഡ്സ് പറയുന്നത് നോക്കാം. ഈ ഒരു കാർഡ് കണ്ടാൽ തന്നെ അറിയാം. അതായത് ഒരു വ്യക്തി ഇവിടെ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് ഇവിടെയുള്ള വാളുകളൊന്നും ഈ ഒരു വ്യക്തിയുടെ മേത്ത് ടച്ച് ചെയ്യുന്ന പോലുമില്ല, പക്ഷെ സ്വയം കണ്ണും കയ്യും ഒക്കെ കെട്ടിയിട്ടിരിക്കുന്ന വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ആ ഒരു കൈയുടെ കെട്ടഴിക്കാം, കണ്ണിന്റെ കെട്ടഴിക്കാം. എന്നിട്ട് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊന്നും, അതായത് ഒന്നും എന്നെ വേദനിപ്പിക്കാത്ത കാര്യങ്ങളാണ് ചുറ്റിലുമുള്ളത് എന്ന് മനസ്സിലാക്കാം. പക്ഷേ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ പലരും ഇരിക്കുന്നത്. അതായത് ചുറ്റുമുള്ള പല കാര്യങ്ങളെയും സ്വയം ആലോചിച്ചുകൊണ്ട് അതിനെയൊക്കെ പഴിചാരിക്കൊണ്ട് സ്വന്തം കഴിവിനെ തിരിച്ചറിയാതെ പല കാര്യങ്ങളിലും വിഷമിച്ച് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, മനസ്സിലാക്കുക, ഇതൊക്കെ യൂണിവേഴ്സ് തരുന്ന പാഠങ്ങളാണ്. നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം, നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും ഒക്കെ വരുന്നത്. ഈ ഒരു സമയത്ത് ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ ആ ഒരു കാർമികമായിട്ടുള്ള പല പാറ്റേൺസും ഉണ്ടാവും. അതുപോലെ തന്നെ പല വിഷമങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെയധികം ടെൻസ്ഡ് ആയിരിക്കും, വിഷമിച്ചിരിക്കുന്നുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിനെ ഓവർകം ചെയ്യുകയാണ് വേണ്ടത്. അതിൽ തന്നെ ആലോചിച്ചിരുന്ന് ഡിപ്രസ്ഡ് ആയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് മാത്രം സ്വീകരിക്കുക. ഓക്കെ, ഇതൊക്കെ യൂണിവേഴ്സ് തരുന്ന പാഠമാണെന്ന് മനസ്സിലാക്കുക. ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക, നല്ലതിനായിട്ട് കാത്തിരിക്കുക. ഇമോഷണലി വളരെയധികം വീക്കാവുന്ന സമയത്ത് കൂടുതൽ വെള്ളം കുടിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇമോഷണലി ബാലൻസ്ഡ് ആവാൻ ശ്രമിക്കുക. ഐ ആം ഇമോഷണലി ബാലൻസ്ഡ് എന്ന് ഉള്ള അഫർമേഷനൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. പിന്നെ ഈ ഇമോഷണലി വീക്കാവുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ചാനലിൽ പോയിട്ട് അത് കാണുക, എന്നിട്ട് അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ വെള്ളം കൂടുതൽ ഇൻടേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇമോഷണലി ബാലൻസ്ഡ് ആയിരിക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതൊന്നും നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല, വെറുതെ അവനവൻ ആലോചിച്ചിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. നമ്മളെ ആരും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ തന്നെ ശ്രമിക്കണം. അല്ലാതെ നമ്മൾ അയ്യോ എനിക്കൊന്നും വയ്യ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്, വെറുതെ പഴിചാരിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് എഴുന്നേറ്റ് അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്, ഒരുപാട് കഴിവുണ്ട്, ഒരുപാട് ദൂരം പോകാനുള്ളതാണ്. അപ്പോൾ എന്ത് വേണം? നല്ല ഉഷാറായിട്ട്, നല്ല ആക്റ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകണം. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? ഇമോഷണലി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നവരൊക്കെ ഇതൊക്കെ ഒരു പരീക്ഷണങ്ങളാണെന്ന് വിചാരിക്കുക. ഓക്കെ, അടുത്തത് 5 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇവിടെ 5 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിൽ നിന്നായാലും നിങ്ങളുടെ ആന്തരികമായിട്ടായാലും വളരെയധികം
എന്താണ് കോൺഫ്ലിക്ട്സ് തോന്നുകയാണ്. അതായത് കോൺഫ്ലിക്ട്സ് ഉണ്ട്, മറ്റുള്ളവരുടെ ഇടപെടലുകൾ ഒരുപാടുണ്ടാവും, അതിൽ വിഷമിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ചുറ്റിൽ നിന്നുള്ള പ്രശ്നങ്ങൾ. കാരണം നിങ്ങൾ ഇവിടെ ഈ 4 ഓഫ് വാൺസ് കഴിഞ്ഞിട്ടാണ് ഇവിടെ 5 ഓഫ് വാൺസിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളൊരു ഫസ്റ്റ് ലെവൽ അച്ചീവ്മെന്റ് നേടിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചുറ്റിൽ നിന്ന് എന്താണ് ആക്രമണങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് ഉള്ളിലും അറിയാം. കാരണം എന്താണ് മറ്റുള്ളവർ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള ആ ഒരു നിങ്ങൾക്ക് ഇന്നറായിട്ടുള്ള കോൺഫ്ലിക്ട്സും ഉണ്ട്, ഔട്ടറായിട്ടുള്ള കോൺഫ്ലിക്ട്സും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ചുറ്റിൽ നിന്നുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള പ്രശ്നങ്ങളെ നിങ്ങൾ എന്താണ് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് മറികടക്കുക. മറ്റുള്ളവരുടെ പുറത്തുനിന്നുള്ള പ്രശ്നങ്ങൾ എന്താണ് നിങ്ങൾ അതിൽ എന്താണ് അതിൻ്റെ ഇടയിൽ പെടാതെ അവിടെ നിന്ന് എങ്ങനെ നല്ല രീതിയിൽ മൂവ് ചെയ്ത് മുന്നോട്ടേക്ക് പോവാം എന്നുള്ളത്, ഇതൊക്കെ സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, അടുത്തത് പേജ് ഓഫ് വാൺസ് ആണ്. പേജ് ഓഫ് വാൺസിന്റെ എനർജി ഇവിടെ പറയുന്നത് നിങ്ങൾ അതായത് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇവിടെയും ഒരു കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നിങ്ങളിലേക്കൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നു എന്നുള്ളതാണ്. അതായത് പാസ്റ്റിൽ നിങ്ങളെ വിട്ടുപോയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ അതായത് നിങ്ങൾക്ക് മുമ്പ് ഒരു വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരു ജസ്റ്റ് ഒന്ന് കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒരു മെസ്സേജ് ചെയ്യാനോ ഉള്ള സാധ്യത, അവരുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നു, വളരെയധികം അതിനെ അഡ്മയർ ചെയ്ത് നോക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തെ നിങ്ങൾ കുറേ കാലം മാറ്റിവെച്ച കാര്യമായിരിക്കാം. അതിനെന്ത് ചെയ്യുന്നു, നിങ്ങൾ വളരെയധികം അഡ്മിറേഷനോടുകൂടി നോക്കുകയും അത് ചെയ്യാൻ തീരുമാനിക്കുകയും ഒക്കെ ആയിരിക്കാം. അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. മുമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള എന്തോ ഒരു കാര്യം അതായത് നിങ്ങളുടെ ചെറുപ്പത്തിലായിരിക്കാം, നിങ്ങൾക്ക് അല്ലെങ്കിൽ വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കാം, നിങ്ങളുടെ ഒരു പാഷൻ. നിങ്ങൾ വളരെ കാലമായിട്ട് എനിക്ക് എന്താണ് ഞാനൊരു സെൽഫ് സഫിഷ്യൻ്റ് ആവുന്ന സമയത്ത് ഇന്ന കാര്യം എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇന്നത് എനിക്ക് പഠിക്കണം, ഇന്ന കോഴ്സ് എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഇഷ്ടമുള്ള ഒരു കാര്യത്തിനോടൊപ്പം നിങ്ങൾ പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ അതിന് ഒരു വളരെയധികം പാഷനോട് കണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അതായത് വളരെയധികം റിസ്കി ആയിരിക്കും നിങ്ങൾക്ക്. അതായത് ഒരു വരണ്ട ഭൂമിയിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഞാൻ എൻ്റെ പാഷനൊപ്പം പോവുകയാണ്. ഓക്കെ, അങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു ഇല്ലേ? ഒരുപാട് ആൾക്കാർ അങ്ങനെ എന്താണ് ഒരു കുറേ നാള് മനസ്സിൽ വെച്ച കാര്യങ്ങൾ ഒരു പ്രത്യേക സ്റ്റേജ് ആകുമ്പോൾ എന്താണ് അതിൻ്റെ ആ ഒരു ഇഷ്ടത്തിനൊപ്പം മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പഠിക്കുകയാണ്. ചിലപ്പോൾ ഫ്ലൂട്ട് പഠിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കുന്നതായിരിക്കും, എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് ആയാലും, അല്ലെങ്കിൽ ചിത്രം വരക്കാനോ പെയിൻറ് ചെയ്യാനോ പണ്ട് ഡാൻസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു ഡാൻസ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാനാണ് സാധ്യത. എന്ത് റിസ്ക് എടുത്തിട്ടും ഈ ഒരു മരുഭൂമിയിലേക്ക് കൂടെ കടന്നിട്ടുള്ള ഈ ഒരു വ്യക്തിക്ക് പോകാനെങ്കിലും എന്ത് റിസ്ക് ആയാലും വേണ്ടില്ല, ഞാനത് ചെയ്തേ പറ്റും എന്ന് ആഗ്രഹിച്ച് മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കാം. അങ്ങനെയുള്ളവരുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റിൽ അറിയിക്കണേ എന്താണ് നിങ്ങൾ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന്. ഓക്കെ, വളരെയധികം ഇഷ്ടത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പേജ് ഓഫ് വാൺസിൽ നിങ്ങൾക്കൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് ഒരു തിരിച്ചറിവ് വന്നിട്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ വരാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടും ഈ ഒരു കാർഡിലൂടെ പറയാൻ എനിക്ക് തോന്നുന്നു. എന്താണെന്നല്ല, അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ അങ്ങനെ ഒരു വ്യക്തി വരാൻ ആയിട്ട്, അതായത് കുറേ നാൾ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് പല പ്രശ്നങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് നിന്ന വ്യക്തികളായിരിക്കാം. അതിൽ ആ ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് വന്നിട്ട് അതിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു ഓഫർ നൽകിക്കൊണ്ട് വരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ആ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓഫർ, എന്തെങ്കിലും നല്ലൊരു ജീവിതമായിരിക്കാം, ഓഫർ ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് വരാനുള്ള ഒരു ചാൻസ് ആണ് ഇവിടെ കാണുന്നത്. രണ്ടും ഒരുമിച്ച് വന്നതുകൊണ്ടാണോന്നറിയില്ല, അങ്ങനെ ഒരു ഫീൽ ഇവിടെ തോന്നുന്നു. റിലേഷൻഷിപ്പിൽ
കുറേ നാളായിട്ട് ബ്രേക്ക് അതിൽ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക്, അതായത് ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക്, അതായത് നല്ലൊരു ജീവിതം അല്ലെങ്കിൽ നല്ലൊരു തുടക്കം ഓഫർ ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് പേജ് ഓഫ് വാൺസ് പറയുന്നത്. അടുത്തത് 10 ഓഫ് പെൻഡക്കിൾസ് ആണേ. 10 ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് അതായത് ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി വരുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ കുറേ കാലമായിട്ട് കാത്തിരുന്ന ഒരു കാര്യം, ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഈ ഒരു കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് സ്വത്ത് ലഭിക്കുന്നതായിരിക്കാം, അതായത് പൈതൃകമായിട്ട് കിട്ടിയ കാര്യങ്ങളാണ്. അതായത് നിങ്ങളുടെ ഫാമിലി മൊത്തം വളരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾ എത്തുന്നു. നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവാം, പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും, എങ്കിലും ആ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾ വരുന്നു. അതായത് നിങ്ങളുടെ ഇനി വരുന്ന തലമുറക്ക് പോലും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ ലോങ് ടേം ആയിട്ടുള്ള ആ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നതാണ്. അത് ഫിനാൻഷ്യൽ അബണ്ടൻസ് തന്നെയാണ്. പല സോഴ്സിൽ നിന്നും നിങ്ങളിലേക്ക് എന്താണ് ഫിനാൻസ് വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ ഫാമിലിയെ, നിങ്ങളുടെ ചുറ്റിലുള്ള വ്യക്തികളെ കൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് അവരുടെ ആവശ്യം കൂടി എന്താണ് നേടിക്കൊടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവാനുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ ഇവിടെ കാണുന്ന മറ്റൊരു കാര്യം, അതായത് നിങ്ങൾ ഒരുപാട് കാര്യത്തിൽ വ്യാപൃതരാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് പർച്ചേസിങ് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും, ഫാമിലിയായിട്ട് പുറത്തേക്ക് പോകുന്നതും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വാങ്ങുന്നതായിട്ടും അവരുടെ നീഡ്സ് ഒക്കെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതായിട്ടും അങ്ങനെ ഒരു എനർജി കൂടി കാണുന്നുണ്ട്. അതായത് ഫാമിലിയുമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ എന്താണ് മുന്നോട്ടേക്ക് പോകുന്നു. അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്നു, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. കുട്ടികളുടേതായാലും വീട്ടിലെ മുതിർന്നവരേതായാലും എല്ലാവരെയും, നിങ്ങളുടെ ചുറ്റിലുള്ള എല്ലാവർക്കും വളരെയധികം നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതായിട്ടും ഒരുപാട് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതായത് വലിയ രീതിയിലുള്ള പർച്ചേസാണ്, സാധാരണ ചെറിയ ചെറിയതല്ല, നല്ല രീതിയിലുള്ള പർച്ചേസ് ആയിരിക്കാനാണ് സാധ്യത. അങ്ങനെയുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഫാമിലിയുമായിട്ട് പുറത്തു പോയിട്ട് അവർക്ക് വേണ്ടുന്ന ഭക്ഷണമായാലും, ഭക്ഷണമായാലും അവർക്ക് വേണ്ടുന്ന വസ്ത്രങ്ങളായാലും അതുപോലെ മറ്റുള്ള ആവശ്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും നിറവേറ്റി കൊടുക്കുന്നതായിട്ടും അവരെ വളരെയധികം സന്തോഷിപ്പിക്കുന്നതായിട്ടും സന്തോഷത്തോടെ മുന്നോട്ടേക്ക് പോകുന്നതായിട്ടും ഇവിടെ ഒരു കാർഡ് കാണുന്നുണ്ട്. ഈ കാർഡിലെ എനർജി ചിലപ്പോൾ ഓണൊക്കെയല്ലേ, നിങ്ങൾ എന്താണ് പർച്ചേസിങ്ങിനൊക്കെ പോകുന്നതായിരിക്കാം, ഫാമിലിയുമായിട്ട് പുറത്തേക്ക് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നതുമായിരിക്കാം. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്, ഒരു അബണ്ടൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഹോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓണൊക്കെ ആയിട്ട് എല്ലാവരും പർച്ചേസിനൊക്കെ ഇറങ്ങുന്നതായിരിക്കും, സ്കൂളൊക്കെ പൂട്ടിയതല്ലേ, അപ്പോൾ കുട്ടികളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നതൊക്കെ ആയിരിക്കാം, മേ ബി അതുമായിരിക്കാം. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ബോട്ടം ഡെക്ക് വന്നത് 2 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു ഡബിൾ മൈൻഡഡ് ആയിട്ട്, അതായത് 2 തരത്തിൽ ചോയ്സസിന്റെ ഇടയിൽ പെട്ടിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതായത് ഒരു വ്യക്തതയില്ലായ്മ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു അവസരത്തിനാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യം തീരുമാനിക്കുമ്പോഴും അത് വേണോ ഇത് വേണോ, എന്ത് കാര്യത്തിനായാലും ഒരു വ്യക്തതയില്ലായ്മ അല്ലെങ്കിൽ സ്വയം കണ്ണുകെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥ, ചുറ്റും എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയാതെ സ്വയം കണ്ണുകെട്ടിയിരിക്കൊണ്ട് എനിക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല, എനിക്ക് അതായത് സ്വയം ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഹാർട്ട് ചക്ര ഒക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ ഓപ്പൺ അപ്പ് ആകാനുള്ള മടി നിങ്ങൾക്കുണ്ടാവാം. അങ്ങനെ ഒരു പ്രശ്നം, അതായത് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പ്രയാസപ്പെടുന്നതായിട്ടും അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് സ്വയം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആദ്യം മറ്റുള്ളവരെ നിങ്ങൾ സ്വയം സ്നേഹിക്കുക, എന്നിട്ട് എന്താണ് മറ്റുള്ളവരെയും കൂടി സ്നേഹിക്കുക, എങ്കിലാണ് അവർ നിങ്ങളെയും സ്നേഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ ഒരു അതായത് 2 ചോയ്സിന്റെ ഇടയിൽ പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലും ഇവിടെ കാണുന്നുണ്ട്. ഒരു ക്ലാരിറ്റി ഇല്ലായ്മ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ കണ്ണൊന്ന് കെട്ടൊന്ന് അയക്കുക, എന്നിട്ട് എന്താ ചെയ്യുക, ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങളെ വ്യക്തമായിട്ട് കാണാൻ ശ്രമിക്കുക. ഇവിടെയും എന്താണ് ചാരിയറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ
നിങ്ങൾക്ക് നല്ലൊരു എന്താണ് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു നല്ലൊരു അവസരമൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക, ഒരു മെന്റൽ ക്ലാരിറ്റി ഉണ്ടാക്കുക, ബുദ്ധിപൂർവ്വം ചിന്തിക്കുക എന്നുള്ളതാണ് ഇവിടെ 2 ഓഫ് സോർഡ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, സ്വയം ബ്ലോക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു ബ്ലോക്കേജ് ഒക്കെ മാറ്റിയിട്ട് ആ ബ്ലോക്ക് എനർജി മാറ്റുക, മെഡിറ്റേഷൻ ചെയ്യുക. പറ്റുമെങ്കിൽ ചക്ര മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം ചക്രാസൊക്കെ ഓപ്പൺ ആവാൻ വളരെ നല്ലതാണ്. അതിൽ മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, നിങ്ങൾ വളരെയധികം ഗ്രൗണ്ടഡ് ആയിരിക്കാനും പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇണങ്ങി പ്രവർത്തിക്കാനും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടിയിട്ടും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഒട്ടുമിക്കതും ആ ഒരു വെള്ളത്തിൻ്റെ ഇത് വന്നുകൊണ്ട് തന്നെ ഈ ഒരു എന്തോ ഒരു കാലാവസ്ഥയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള എന്തോ ഒരു വിഷമം പലരിലേക്കും ഒരുപാട് വ്യക്തികളെ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. വെള്ളവുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ കാറ്റ്, വെള്ളം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ എന്താണ് ആ ഒരു ഇതിലേക്ക് ഒരുപാട് പേരെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ കാലാവസ്ഥ മോശമായിട്ടുള്ള രീതിയിൽ വരുന്നതായിട്ടും അതിൽ വിഷമിക്കുന്നതായിട്ടും അങ്ങനെ എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ ഒരു എനർജി കൂടി ഇവിടെ വരുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. ഓക്കെ, അടുത്തത് നമുക്ക് ഏഞ്ചൽസ് കാർഡ്സ് നോക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഭക്ഷണ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കാനും പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ വയറിനെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനും ഉള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഭക്ഷണം കറക്റ്റ് സമയത്തിന് കഴിക്കുക. അതുപോലെ തന്നെ എന്താണ് ഭക്ഷണം, അതായത് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അതുപോലെ ഭക്ഷണ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനും വയറ് ഒന്ന് ശ്രദ്ധിക്കാനും ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അതാണ് സ്ട്രെങ്ത് കാർഡ്. അങ്ങനെ ഒരു ഇതും കൂടെ പറയുന്നുണ്ട്. ആർഗ്യുമെന്റിലൊന്നും പോയി പെടാതിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ഇമോഷണലി ബാലൻസ്ഡ് ആവുക. അതുപോലെ തന്നെ ആർഗ്യുമെന്റ്സ്, കോൺഫ്ലിക്ട്സ് ഉള്ള കാര്യങ്ങളിലൊക്കെ എന്താണ് ശ്രദ്ധിക്കുക. പിന്നെ ഒരു എന്താണ് കല്യാണം, എൻജോയ്മെന്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്താണ് നല്ല രീതിയിൽ പങ്കെടുക്കുക. പിന്നെ 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി ഉണ്ട്. അതുപോലെ നിങ്ങൾ ഇമോഷണലി വളരെയധികം എന്താണ് സ്റ്റേബിളായിട്ടും നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് കൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും നേടുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇന്നത്തെ എനർജി എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് ഏഞ്ചൽസ് കാർഡ്സ് ഒന്ന് നോക്കാം. എന്താണ് ഏഞ്ചൽസ് പറയുന്നത് നോക്കാം. ഓക്കെ, പീസ്ഫുൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ പീസ്ഫുൾ ആയിട്ട് എന്താണ് ഒരു റെസൊല്യൂഷൻ എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ, ഒരു പ്രതിജ്ഞയൊക്കെ എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് ടേക്ക് ആക്ഷൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആക്ഷൻ എടുക്കാനും പറയുന്നുണ്ട്. നിങ്ങൾ എന്താണ് ഇവിടെ ആയിരിക്കാനാണ് സാധ്യത. അതായത് ഒരു ആക്ഷൻ എടുക്കാതെ, ഇവിടെ ഒരു ആക്ഷൻ എടുക്കാതെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെയും ഒരു സ്റ്റക്നെസ് ആണ് ഫീൽ ചെയ്യുന്നത്. 2 സ്ഥലത്ത് സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും ഒരു ആക്ഷൻ എടുക്കാൻ, നിങ്ങൾ ആക്ഷൻ എടുത്താലേ മുന്നോട്ടേക്ക് പോകൂ എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. യെസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ യെസ് എന്നൊരു ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളിലേക്ക് ഒരു അവസരം വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു മാരേജിൻ്റെതായിരിക്കാം, എന്തായാലും ഒരു ആഘോഷത്തിൻ്റെതായിരിക്കാം. ഒരു യെസ് എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ ലിസൺ ചെയ്യാനും പറയുന്നുണ്ട്. ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻറ്റിനെയും വളരെയധികം സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. നിങ്ങളുടെ ഓരോ എന്താണ് കമൻറ്റും വളരെയധികം സ്നേഹത്തോട് തന്നെ സ്വീകരിക്കുകയും അതിനെ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. നല്ലൊരു ദിവസമായിരിക്കട്ടെ. എല്ലാ തടസ്സങ്ങളെയും എന്താണ് സ്വന്തം മൈൻഡ് പവർ കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഓവർകം ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുക. എല്ലാവരിലേക്കും വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജി സെൻഡ് ചെയ്യുന്നു.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.